ഹലോ, വെൽക്കം ടു മംസ് റൊട്ടീൻ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മളുടെ സുഖമായിട്ട് പോകുന്നുണ്ട്. ഇന്ന് നമ്മുടെ വീഡിയോ റംലാൻ്റെ ഷോപ്പിംഗ് ആണ്. പിന്നെ ഈ വീഡിയോ ഞാൻ കാണിച്ചുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് പറയാനുണ്ട്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. എല്ലാ മാതാപിതാക്കളും ഇത് അറിയേണ്ട അത്യാവശ്യ കാര്യങ്ങളാണ്. സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വൻ വിപത്തിനെ കുറിച്ചിട്ടാണ് എനിക്ക് എൻ്റെ ആശങ്കകളും എൻ്റെ വിഷമങ്ങളും നിങ്ങളുമായിട്ട് ഞാൻ ഷെയറാക്കാണ്. അപ്പോൾ എന്നെപ്പോലെയുള്ള അമ്മമാരും എല്ലാ സഹോദരന്മാരും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കണ്ടുവെക്കുക. പുണ്യമാക്കപ്പെട്ട റമദാൻ നാളെ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മളെ മനസ്സും ശരീരവും അല്ലെങ്കിൽ നമ്മളെ മനസ്സിന് സമാധാനമൊക്കെ കിട്ടേണ്ട ഒരു മാസമാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഓരോ ദിവസവും എണീക്കുമ്പോൾ പുതിയ പുതിയ വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ഞെട്ടിത്തരിക്കുന്ന ഓരോ വാർത്തകൾ, ഇതൊക്കെ സംഭവിക്കുമോ എന്നറിയുന്ന ഓരോരോ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായി മനസ്സാകെ അസ്വസ്ഥതാണ്. ഭയങ്കര വിഷമത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം നമ്മുടെ സമൂഹത്തിൽ നടന്നിരിക്കുന്ന ഓരോരോ കൊലപാതകങ്ങളും നമ്മളെ യുവതലമുറ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളെക്കുറിച്ചിട്ട് ആലോചിച്ച് നമുക്ക് ആശങ്കയാണ്. നാളെ എന്ത് സംഭവിക്കും, നമ്മളെ മക്കളുടെ ഭാവി എന്തായിരിക്കും, ഭാവി തലമുറ എന്താണെന്നുള്ള ആശങ്കയിലൂടെയാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഒരു പിതാവിനെ കൊന്ന ഒരു വാർത്ത നമ്മൾ കേട്ടത്. മകൻ പിതാവിനെ കൊന്നത്, നെഞ്ഞിൽ കയറിയിരുന്ന് ആഞ്ഞു കുത്തി. ഇത് കേട്ടപ്പോൾ ഞെട്ടിത്തരിച്ചിട്ട് ആ വാർത്ത കേട്ടപ്പോൾ ആകെ നമ്മൾ എന്താണ് ഇവിടെ ലോകത്ത് സംഭവിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് നമ്മളെ ഭാരതത്തിൽ, നമ്മളെ കേരളത്തിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആലോചിച്ച് ആകെ ടെൻഷൻ അടിച്ചിട്ട് നടന്ന കുറച്ച് ദിവസങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അടുത്ത വാർത്ത നമ്മളെ കാതിലെത്തി. അതിനേക്കാൾ ഭീകരമായിട്ടുള്ളൊരു വാർത്തയാണ് പിന്നെ കേട്ടത്. സ്വന്തം ഉമ്മാനെയും സഹോദരനെയും അല്ലെങ്കിൽ കൂടപ്പിറപ്പുകളെയും കൊന്ന് തള്ളിയിട്ടുള്ള ഒരു കൊലപാതകത്തിൻ്റെ കഥയാണ് നമ്മൾ പിന്നെ കേട്ടത്. എന്താണ് 22 വയസ്സും 20 വയസ്സുമുള്ള യുവതലമുറയ്ക്ക് എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഭയങ്കര ആശങ്കയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. അക്രമങ്ങളും ഈ കൊലപാതകങ്ങളും ഈ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, എന്താണ് ഇന്നത്തെ സമൂഹത്തിന് അല്ലെങ്കിൽ ഇന്നത്തെ തലമുറക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ ഭാവി എന്തായിരിക്കും അല്ലേ, ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഓരോ മാതാപിതാക്കളോടാണ്. ഈ പറയുന്ന കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ മക്കളെ കാര്യങ്ങളിൽ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഓരോ കുറ്റകൃത്യങ്ങൾക്കും ബാക്കിൽ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം തന്നെയാണ്. പിന്നെ അതിന് പുറമെ നമ്മൾ മക്കളെ വളർത്തിയെടുക്കുന്ന രീതികളിലും വ്യത്യാസമുണ്ട് കേട്ടോ. ആദ്യത്തെ കാലഘട്ടത്തിൽ മക്കളെ വളർത്തിയെടുക്കുന്ന രീതിക്കല്ല ഇപ്പോഴത്തെ ഓരോ കുട്ടിയും ജനിച്ച് വീഴുമ്പോൾ തന്നെ മക്കൾക്ക് എല്ലാ സൗകര്യങ്ങളോട് കൂടിയാണ് നമ്മൾ വളർത്തിയെടുക്കുന്നത്. അപ്പോൾ മക്കൾക്ക് സൗകര്യങ്ങൾ വളർത്തി കൊടുക്കണ്ട എന്നല്ല പറഞ്ഞത്. പക്ഷേ നമ്മൾ ഓരോരോ കാര്യങ്ങൾക്കും വാശി പിടിക്കുമ്പോൾ, നമ്മൾ ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴും അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ ചെയ്തു കൊടുക്കട്ടെ. എല്ലാ വാശിക്കും നമ്മൾ അവരെ കൂടെ നിൽക്കരുത്. പിന്നെ നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കുട്ടികളായിട്ട് ചെറുപ്പം മുതലേ നമ്മൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കാനും ഇടപഴകാനുമുള്ള ഒരു ഇത് അവർ തമ്മിലുള്ളൊരു ബോണ്ട് നമ്മൾ തമ്മിലുണ്ടായിരിക്കണം, കുട്ടികൾ തമ്മിൽ. അപ്പോൾ അവർ എല്ലാ കാര്യങ്ങളും ഒന്നും മറച്ചു വെക്കാത്ത രീതിയിൽ അവരെ ചെറുപ്പം മുതലേ നമ്മൾ വളർത്തി വരണം. മക്കൾക്ക് പ്രൈവറ്റായിട്ടൊരു റൂം കൊടുക്കുക, അതിലെല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കുക. പിന്നെ അവരെ ഡിസ്റ്റർബൻസ് ചെയ്യേണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെയല്ല. നമ്മുടെ മക്കൾക്ക് നമ്മളൊരു റൂം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതിലൊരു സൗകര്യങ്ങൾ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവരുടെ റൂം നമ്മുടെ റൂമെന്ന് വ്യത്യാസമില്ലാതെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കയറി ചെല്ലാനുള്ള ഒരു ഇത് നമ്മൾ വരുത്തണം കേട്ടോ. എന്നിട്ട് നമ്മൾ അവരുടെ റൂമിൽ പോയി ഇരിക്കാനും അവരുടെ കൂടെ കിടക്കാനും അവരുടെ കാര്യങ്ങൾ സംസാരിക്കാനും എല്ലാതും നമ്മളൊരു കമ്പ്യൂട്ടറായാലും ഫോണായാലും എന്തായാലും ഇടയ്ക്ക് നോക്കാനും ചെക്ക് ചെയ്യാനൊക്കെ ഉള്ളൊരു രീതിക്ക് നമ്മൾ മക്കളെ വളർത്തിയെടുക്കണം. അത് അവരെ കൊണ്ട് ഒഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അവർ പ്രൈവറ്റായിട്ട് ഇരുന്ന് അവർ ഏകാന്തമായി ഇരിക്കുന്ന ഓരോ അവസരങ്ങളും നമ്മൾ ഒഴിവാക്കണം. ഒറ്റയ്ക്ക് നിൽക്കുന്ന മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം. സൈലൻ്റായിട്ടുള്ള മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളെ മക്കൾ എന്തൊക്കെ ഉപയോഗിക്കുന്നു, അവരുടെ രീതികൾ എങ്ങനെയൊക്കെയെന്നുള്ളതൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മൾ മാതാപിതാക്കളാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നാണ് നമ്മുടെ മക്കളുടെ എല്ലാ
എല്ലാതും വരുന്നത് നമ്മുടെ മക്കളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു കുട്ടി നമ്മുടെ വീട്ടിലുള്ള എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് എന്നുള്ളത് നമ്മൾ എന്തായാലും കെയർ ചെയ്യണം. ഇപ്പോൾ നടന്നിട്ടുള്ള ഈ സംഭവങ്ങളിലൊക്കെ ഈ ചെയ്തിട്ടുള്ള ആളുകൾ ഈ കുട്ടികൾ ചെറുപ്പം മുതലേ ഇവരിൽ ഇതുപോലുള്ള ക്രിമിനൽ വാസന ഉണ്ടായിട്ടുണ്ട്. അവർ ഓരോരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് അച്ഛനും അമ്മയും അല്ലെങ്കിൽ മാതാപിതാക്കൾ പുറത്ത് പറയാതെ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റിട്ട. നമ്മളുടെ മക്കളുടെ രീതികളും കാര്യങ്ങളും നമ്മളാണ് തിരിച്ചറിയേണ്ടത്. പുറത്ത് പോയിട്ട് അവർ തിരിച്ചു വരുമ്പോൾ അവരുടെ രീതികൾ എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ പെരുമാറ്റം എങ്ങനെയുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. അവരുടെ ഭക്ഷണ രീതി നമ്മൾ മനസ്സിലാക്കണം. എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. അഥവാ ചെറുപ്പത്തിൽ അവർ എന്തെങ്കിലും പെരുമാറ്റത്തിൽ വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ അതിനുള്ള ചികിത്സ തേടണം. അത് മാറ്റിയെടുക്കാനാണ് ഫസ്റ്റ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആദ്യത്തെ ജനറേഷൻ ലഹരി ഉപയോഗിച്ചത് സിഗരറ്റായിട്ടും ഡ്രിങ്ക്സ് ആയിട്ടൊക്കെയാണ്. അത് ഉപയോഗിച്ച് വന്നു കഴിഞ്ഞാൽ ആ ആളിലുള്ള എല്ലാ ലക്ഷണങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ ലഹരി ഉപയോഗം ഒരു ലക്ഷണങ്ങളും പുറത്തേക്ക് കാണിക്കാത്തതാണ്. അപ്പോൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ബോധവൽക്കരണം നമ്മൾ ഓരോ മാതാപിതാക്കളും എടുക്കണം ട്ടാ. എന്തൊക്കെയാണ് ഇതിൻ്റെ രീതികൾ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയെടുക്കണം. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ അത് അത്യാവശ്യമായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മക്കളെ ഭാവി നമ്മുടെ കൈകളിലാണ്. ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ക്രൂരകൃത്യങ്ങളും ഇതിൻ്റെ പുറത്താണ്. ഇത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ബ്രെയിനിനെ അത് ഉത്തേജിപ്പിക്കുകയാണ്. ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇവർക്ക് അറിയില്ല. എത്ര വലിയ ക്രൈം, എത്ര വലിയ അക്രമങ്ങളും ഇവർക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു മനുഷ്യനായിട്ട് പിറന്ന ആൾക്ക് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്ന് നമ്മൾ ചിന്തിക്കും. അത്രയും ഈ ലഹരിയുടെ സ്ട്രോങ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉപയോഗം പല രീതിക്കാണ്. മുറിവുണ്ടാക്കിയിട്ടും അതിൽ വെച്ചിട്ടും ഇഞ്ചക്ഷനായിട്ട് കുത്തി വെച്ചിട്ടും അങ്ങനെ പല പല രീതിയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു ബോധവൽക്കരണം നമ്മൾ ഓരോ മാതാപിതാക്കളും എടുക്കണം. നമ്മുടെ സമൂഹത്തെ രക്ഷിക്കേണ്ടത് നമ്മളും കൂടി ഒരു ബാധ്യസ്ഥരാണ്. നമ്മുടെ മക്കളുടെ ഭാവി കൂടി നമ്മൾ സൂക്ഷിക്കണം. ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്നുണ്ട്, നാളെ എൻ്റെ മക്കൾ എന്താവും എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. എന്നാലും നമ്മൾ ഭയത്തോടു കൂടിയാണ് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുന്നത്. നാളെ ഈ ഒരു സമൂഹത്തിൽ മക്കൾ നന്നായി വളരണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ശ്രദ്ധിച്ചാലാണ് നമുക്ക് നമ്മളെ മക്കളെ നേരായ വഴിയിലൂടെ കൊണ്ടുപോകുക എന്നറിയില്ല. ഇപ്പോൾ ഈ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ സഹോദരങ്ങൾക്കാണ്, നമ്മളിൽപ്പെട്ട ഒരാൾക്കാണ്, നമ്മളെപ്പോലെയുള്ള മനുഷ്യർക്കാണ് ഈ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വേദന നമുക്കൊരുപാടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ അമ്മമാരും ഓരോ അച്ഛന്മാരും എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കണം. ചെറുപ്പത്തിലുള്ള കുട്ടികളുടെ ക്രിമിനൽ വാസനകളെ നമ്മൾ മാറ്റിയെടുക്കണം. അത് മറ്റുള്ളവരോട് സംസാരിച്ച് അല്ലെങ്കിൽ അതിനുള്ള ചികിത്സ തേടി മക്കളുടെ സ്വഭാവങ്ങൾ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്നുള്ളത് നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഇതിൽ ആൺ പെൺ എന്ന വ്യത്യാസമില്ല കേട്ടോ. എല്ലാവരും നമ്മൾ സൂക്ഷിക്കണം. പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുപോലെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണിത്. മാതാപിതാക്കളായിട്ട് ഒന്നും ഷെയർ ചെയ്യാതെ ഒറ്റയ്ക്കിരിക്കുന്ന സ്വഭാവം ഇപ്പോൾ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഉണ്ട്. അവരുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് തീരുമാനിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്നവരാണ്. പക്ഷേ ഇന്നത്തെ സമൂഹത്തിന് വിവേകബുദ്ധി വിദ്യാഭ്യാസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വിവേകബുദ്ധി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്കത് ആലോചിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര വിദ്യാഭ്യാസം നേടി എന്ന് കരുതിയാലും എത്ര നമ്മളെ സമൂഹം പുരോഗമിച്ച് എന്ന് കരുതിയിട്ടുണ്ടെങ്കിലും ഇത്തരം ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വൈരാഗ്യം കൂടുകയും അവർ തമ്മിൽ വഴക്കുണ്ടാവുകയും അതിന് പരിഹാരമായിട്ട് ഞാൻ കൊല്ലുമെന്ന് പറയുകയും അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ നടന്നു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, എങ്ങനെയാണ് നല്ലൊരു ഭാവി തലമുറയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ വെഞ്ഞാറമൂട് ഉണ്ടായിട്ടുള്ള ആ കൂട്ടക്കൊലപാതകം കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ടെൻഷൻ കയറുകയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ചെറുപ്പക്കാരെ ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണം? അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ വരുമ്പോൾ, കടങ്ങൾ വരുമ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോഴും അതിനെ ഓവർകം ചെയ്യാനുള്ളൊരു കഴിവ് ഇപ്പോഴത്തെ തലമുറക്കില്ല. അതിന് പരിഹാരമായിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ യുവതലമുറയുടെ അവസ്ഥ എന്നാണ് നമ്മൾ ഭയാനകമായിട്ട് നമ്മൾ കരുതേണ്ടത്.
ഓരോ മാതാപിതാക്കളും നമ്മുടെ മക്കളെ സൂക്ഷിക്കുക. നമ്മളെ മക്കൾക്ക് നേരായ വഴി പറഞ്ഞു കൊടുക്കുക. നല്ല രീതിയിൽ നല്ല സൗഹൃദം നിലനിർത്തുക. അങ്ങനെ നമ്മൾ ധാരാളിത്തത്തിലൂടെ ജീവിച്ച് ആ ഒരു ധാരാളിത്തരം ഒരിക്കൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാൻ ഇപ്പോഴത്തെ മക്കൾക്ക് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജീവിതം ആദ്യം തന്നെ ഒരേ രീതിയിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിക്ക് മാത്രം നമ്മൾ ജീവിച്ചു പോവുക. എന്നിട്ട് നമ്മളെ മക്കൾ ഇത് അങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഭാരതത്തിൽ ജനിച്ചതിന് നമ്മൾ എന്നും അഭിമാനത്തോടെയാണ് നോക്കിക്കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ഭയത്തോടു കൂടിയാണ് നമുക്കിന്ന് ഓരോ ദിവസവും നമ്മൾ കഴിയുന്നത്. അപ്പോൾ എൻ്റെ ആശങ്കകളും എന്താണ് ഈ സമൂഹത്തിൽ നടക്കുന്നതെന്നും പിന്നെ നമ്മളെ കൊണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ആക്കിയത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻസുകൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.